നമസ്കാരം. പേർലി മാണിയും ശ്രീനിഷ് അരവിന്ദും ഏറെ ജനപ്രീതിയുള്ള താരദമ്പതികളാണ്. ബിഗ് ബോസ് ഷോയിൽ ഇരുവരും ഒന്നിപ്പിച്ചത്. ഒരു റിയാലിറ്റി ഷോക്കിടെ മൊട്ടിട്ട പ്രണയമാണെങ്കിൽ താരങ്ങൾ വിവാഹിതരാവുകയും വളരെ വലിയ രീതിയിലുള്ള വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു. എന്നാൽ 2019 വിവാഹത്തിലായതുകൊണ്ട് തന്നെ ഒന്നായി തങ്ങളുടെ പ്രണയം സത്യമാണെന്നും ഷോയുടെ വ്യൂവർഷിപ്പിന് വേണ്ടി കളിച്ച കളിയല്ല എന്നും നാടകമല്ല എന്നും രണ്ടുപേരും തെളിയിക്കുകയായിരുന്നു. 6 വർഷമാകുന്നു പേർലി മാണിയും ശ്രീനിഷും ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ട്. ഇന്ന് 2 പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണവർ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു യൂട്യൂബ് ചാനലിലെ ഉടമസ്ഥരുമാണ് ഇരുവരും. ലക്ഷങ്ങളാണ് മാസ സമ്പാദ്യം. മലയാളികളുടെ കൺമുന്നിൽ വളർന്നു വന്ന നടനാണ് ശ്രീനിഷ്. മലയാളത്തിലാണെങ്കിലും ശ്രീനിഷ് ജനിച്ചത് വളർന്നതെല്ലാം ചെന്നൈയിലാണ്. താരത്തിന്റെ പിതാവ് ജോലി ചെയ്തിരുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ ബാലു മഹേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫിലിം ടെക്നോളജിയും താരം പഠിച്ചിട്ടുണ്ട്. സീരിയലിൽ അഭിനയിക്കാനായി സജീവമാകും മുമ്പ് മോഡലിംഗ് ചെയ്തു തുടങ്ങി നടൻ. സീരിയൽ രംഗത്ത് കടക്കുന്നതിലേക്ക് മുൻപ് തമിഴിൽ 2 ഹസ്യചിത്രങ്ങളിലും താരം സജീവമായി അഭിനയിച്ചിട്ടുമുണ്ട്. ശ്രീനിഷിന്റെ മിനി സ്ക്രീൻ ജീവിതം ആരംഭിച്ചത് അവിടെ നിന്നാണ്. ഏഷ്യാനെറ്റിലെ പ്രണയം എന്ന മെഗാ സീരിയലിൽ നായകൻ കരൺ ജി മേനോനിന്റെ വേഷത്തിലും അഭിനയിച്ചത് ശേഷമാണ് ശ്രീനിഷ് ജനശ്രദ്ധ നേടിയത്. മഞ്ജു കപൂർ എഴുതിയ കസ്റ്റഡി എന്ന നോവലിന്റെ അടിസ്ഥാനമാക്കി സ്റ്റാർ TV സംപ്രേഷണം ചെയ്യുന്ന ഹിന്ദി സീരിയലായ യേ ഹേ മഹബത്തിന്റെ റീമേക്ക് ആയിരുന്നു ഈ സീരിയലും. പ്രണയം ഹിറ്റായതോടെ ശ്രീനിഷ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറി. പ്രണയം ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥിയായി താരം എത്തുന്നത്. ആദ്യ സീസണിലെ 4th റണ്ണറപ്പ് ആയിരുന്നു താരം. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം മലയാളത്തിലും തമിഴിലുമായി താരം നിരവധി സീരിയലുകളിൽ നായകനായി. അമ്മുവിന്റെ അമ്മ, സത്യ എന്ന പെൺകുട്ടി, ചെമ്പരത്തി എന്നിവയാണ് അവയിൽ ചിലത്. വിവാഹശേഷം ആദ്യത്തെ കുഞ്ഞ് പേർലി പ്രസവിക്കുന്നതിന് മുൻപ് ശ്രീനിഷ് അഭിനയ രംഗത്ത് സജീവമായിരുന്നു. എന്നാൽ പിന്നീട് അഭിനയ ജീവിതത്തിന് ബ്രേക്ക് നൽകി താരം പേർലിയുടെ യൂട്യൂബ് ചാനലിലെ നടത്തിപ്പ് ഏറ്റെടുത്തു. പിന്നീട് പേർലിയും ശ്രീനിഷും ചേർന്ന് നടത്തുന്ന മ്യൂസിക് വീഡിയോകളിലും വൈബ് സീരീസിലും എല്ലാം തന്നെ മാത്രമേ പേർലിയും ശ്രീനിഷും അഭിനയിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ശ്രീനിഷിന്റെ ആദ്യ ഹിറ്റ് സീരിയൽ പ്രണയത്തിന്റെ പ്രോമോ കുത്തിപ്പൊക്കി ചർച്ച നടത്തുകയാണ് പ്രേക്ഷകർ. പേർലി ജീവിതത്തിലേക്ക് വന്നതോടെയാണ് ശ്രീനിഷ് അഭിനയ ജീവിതം അവസാനിപ്പിച്ചെന്ന തരത്തിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതോടെ സൈഡായി. ചില നടിമാരെ പോലെ തന്നെ കുടുംബജീവിതം നയിക്കുന്നു. പുള്ളിയെ ഇപ്പോൾ പേർലി അഭിനയിക്കാൻ വിടുന്നില്ലേ എന്നായിരുന്നു ചിലരുടെ കമന്റുകൾ. ശ്രീനിഷിനെ പേർലി അടിമയാക്കി വെച്ചിരിക്കുകയാണോ എന്നും കമന്റുകളുണ്ട്. അതേസമയം പേർലി ശ്രീനിഷ് കോമ്പിനേഷനെ പ്രശംസിച്ചും ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. പല കമന്റുകളും കണ്ടു, ശ്രീനിഷ് പേർലിയുടെ അടിമയായി കഴിയുന്നത് എന്നൊക്കെ. പക്ഷെ യഥാർത്ഥം അങ്ങനെയല്ല. പേർലിയുടെ ശ്രമം മാത്രം കൊണ്ടല്ല ആ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ടെക്നിക്കൽ സൈഡ് കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം തന്നെ ശ്രീനിഷിന് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനിഷ് ഒതുങ്ങി കഴിയുന്ന ഒരാളല്ല എന്നും അതിലൂടെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പേർലി മാണി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.